നമസ്കാരം. ലക്ഷ്മി വർക്കിലേക്ക് സ്വാഗതം. ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വീഡിയോയിൽ നേരിട്ട് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത താമസം. എനിക്ക് ഫാനും മിക്സിയും റേഡിയോയും പിന്നെ അയൺ ബോക്സും അങ്ങനെയാണ് പണി. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ആക്രിക്കടയിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ആക്രിക്കട ഞാൻ പോയപ്പോൾ അവിടെ ഒരു റേഡിയോ ഇരിക്കുന്നത് കണ്ടായിരുന്നു. ആ റേഡിയോ വളരെ മുഷിഞ്ഞും അതിൻ്റെ കവറെല്ലാം തുരുമ്പ് പിടിച്ചും എല്ലാം ഇരുന്ന്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വളരെ ബുദ്ധിമുട്ടി കഴുകി വൃത്തിയാക്കി. അതിൻ്റെ ചീസസ് എല്ലാം തുരുമ്പ് പിടിച്ചിരിക്കും. ഇപ്പം അതിൻ്റെ അകത്ത് നല്ല ബോർഡുകളും നല്ല പവറുള്ള ആംപ്ലിഫയറും നല്ല അടിപൊളിയാക്കാനാണ് എൻ്റെ ഉദ്ദേശം. അത് താമസിക്കാതെ തന്നെ ഞാനത് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ പാർട്സുകളൊന്ന് പരിചയപ്പെടുക. ആദ്യം കവറാണ് ഇത്. കവറിൻ്റെ പെയിൻ്റ് എല്ലാം പോയി മുഷിഞ്ഞിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ചുരണ്ടി പെയിൻ്റ് അടിക്കണം. ആ അവസ്ഥയിലിരിക്കുകയാണ്. ഇത് ഇനിയിപ്പം ഒന്ന് പോളിഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അത് പെയിൻ്റ് അടിക്കാനായിട്ട്. ഇത് റേഡിയോയുടെ കോയിലുകളാണ്. അതിൻ്റെ അകത്തിരുന്ന കോയിലുകളാണ്. എല്ലാം മുഷിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് റേഡിയോയുടെ സ്പീക്കറായിരുന്നു. ഇതെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഇതിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. വേറെ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് സ്പീക്കറിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ. ഇതിൻ്റെ പേപ്പർ കോണും കോയിലും എല്ലാം പോയിരിക്കുകയാണ്. ഇത് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ കോയിലും പേപ്പറും ഒന്നും കിട്ടത്തില്ല. ഇതായിരുന്നു ഇതിൻ്റെ ബാൻഡ് സ്വിച്ച്. ബാൻഡ് സ്വിച്ച് മൊത്തം പോയിരിക്കുകയാണ്. അതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പം രണ്ടാമത് റേഡിയോ ഉണ്ടാക്കണമെങ്കിൽ തന്നെ വേറെ ബാൻഡ് സ്വിച്ച് എവിടുന്നെങ്കിലും മേടിക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഈ റേഡിയോയിലിരുന്ന ചേസസ്. അപ്പോൾ ഇതെല്ലാം തുരുമ്പ് പിടിച്ച് ഭയങ്കര പരിതാപകരമായിട്ടിരിക്കുകയാണ്. അതിനെയും ചുരണ്ടി പെയിൻ്റ് അടിച്ച് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അകത്ത് വയ്ക്കുന്ന ചേസസ് ഇത് തന്നെ ഉപയോഗിക്കാം. പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചേസ് പിന്നെ കവറ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉപയോഗശൂന്യമാണ്.